ഞാൻ എത്ര ബുദ്ധിമുട്ടിയാണ് ഈ സിംഗപ്പൂർ പ്രോഗ്രാം ഫിക്സ് ചെയ്തെന്ന് അറിയാമോ രവി? പ്ലീസ്, ഓൺലി ഫോർ 2 weeks. സാധ്യമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? രവി എപ്പോഴും പറയാറുണ്ടല്ലോ, സംഗീതത്തെക്കാൾ വലുത് വേറൊന്നുമില്ലെന്ന്. പക്ഷേ അത് എന്റെ ജീവിതത്തിൽ സംഗീതം മറന്നുകൊണ്ടാവരുതല്ലോ. ഓൾ റൈറ്റ്, ഞാൻ തോറ്റു. രവിയുടെ ജീവിതത്തിന്റെ സംഗീതം തന്നെ ജയിക്കട്ടെ. അപ്പോഴേക്കും ദേഷ്യം പിടിച്ചു? ഹേയ്, ഒരു ദേഷ്യമില്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോട്ടെ? മോനെ കരയല്ലേ? കരയല്ലേ? അമ്മയുടെ അയ്യോ കരയല്ലേ? മോനെ കരയല്ലേ? കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് തോന്നി. കണ്ടു. ഈ വഴിക്ക് പോയപ്പോ ഒന്ന് കേറിയതാ. വരട്ടെ. ആരാ? രാജൻ ഇവിടെയില്ലേ? ഇല്ല, പുറത്തു പോയിരിക്ക. മനസ്സിലായില്ലല്ലോ. അവന്റെ അച്ഛനാ. അച്ഛനോ? അതെന്താ, അവൻ അച്ഛനുണ്ടാകാൻ പാടില്ലേ? അതല്ല, രാജൻ സാറിന്റെ അച്ഛൻ മരിച്ചുപോയെന്നാ ഞങ്ങളുടെ ഒക്കെ അറിവ്. താൻ എന്താ പറഞ്ഞത്? മരിച്ചുപോയെന്നോ? ഞാനോ? രാജൻ സാർ അങ്ങനെയാ പറയുന്നത് കേട്ടത്. ക്ഷമിക്കണം, രാജൻ സാറിന്റെ കല്യാണത്തിനൊന്നും വന്നു കാണാത്തോണ്ട് സംശയിച്ചു പോയതാ. കല്യാണമോ? അപ്പൊ അവന്റെ കല്യാണവും കഴിഞ്ഞു? കല്യാണം മാത്രമല്ല, വിവാഹമോചനവും കഴിഞ്ഞില്ലേ? ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതാ, ഇത് കണ്ടോ? നല്ല തങ്കം പോലുള്ള ഒരു സ്ത്രീയായിരുന്നു. അയ്യോ, അതാ സാറ് വരുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞു പറയരുത് കേട്ടോ. എന്തായിപ്പോ ഇങ്ങോട്ട് എഴുന്നള്ളത്? നിന്റെ കഥകളൊക്കെ കേട്ടപ്പോ വന്നത് തെറ്റായിപ്പോയെന്ന് തോന്നി. ഓ, എങ്കിൽ പോണം. ഏതായാലും വന്നില്ലേ, ഒരു കാര്യം പറഞ്ഞിട്ട് പോയേക്കാം. എന്താണെന്ന് വെച്ചാൽ വേഗം പറയണം, എനിക്ക് വേറെ ജോലിയുണ്ട്. നമ്മുടെ പുരയിടം കടക്കാർ ജപ്തി ചെയ്യാൻ പോകുന്നു. ഇതാ നോട്ടീസ്. സ്വന്തം പുരയിടം നോക്കി നടത്താൻ കഴിവില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അതെന്റെ കുറ്റമാണോ? എടാ, നിന്നെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിക്കാനാണ് ഞാനത് പറയപ്പെടുത്തിയത്. അത് നീ മറന്നുപോയോ? കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തതിന്റെ കണക്ക് അമ്മമാര് ചോദിക്കാറില്ല. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കേണ്ടത് തന്തമാരുടെ കടമയാ. അതിന് അവകാശവും പറഞ്ഞ് പുറകെ നടക്കുന്ന നാണമില്ലേ? ഇതിനൊന്നിനും ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ലടാ മോനെ. ദൈവം എനിക്കൊരു മകനെ തരേണ്ടതിന് പകരം ഒരു മൃഗത്തിനെയാണാ തന്നത്. ഏതോ കിഴവ ഇവിടെ കിടന്ന് അനാവശ്യമായിട്ട് മതിയടാ, മതി മതി. ഇനി ഒന്നും പറയണ്ട. എനിക്ക് തൃപ്തിയായി, സന്തോഷമായി. നിന്റെ അച്ഛൻ മരിച്ചുപോയെന്നല്ലേ നീ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ മരിച്ചിരിക്കുന്നു. ഇപ്പോ ഇവിടെ വെച്ച്
കിട്ടുമോ എന്താ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇവിടെ കരിഞ്ഞു നാർന്ന കണ്ടില്ലേ? സാറിനെ കാണാൻ ഒരു കിഴവൻ വന്നിരിക്കുന്നു. ആര്? അറിയില്ല, പുറത്തേപ്പുണ്ട്. അത് ഉടനെ ടൈപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ അയച്ചേക്കണം. ഓക്കെ സർ. അച്ഛനോ? അച്ഛനെന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. നിനക്ക് അച്ഛനെയെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ടോ? അച്ഛൻ അകത്തേക്ക് വരൂ, നമുക്ക് അവിടെ സംസാരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. നീ ഇവിടെയാണെന്ന് അറിഞ്ഞു, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓർമ്മയുണ്ടോന്ന് അറിയാൻ. ഞാൻ മറന്നുപോയ പല കാര്യങ്ങളുമുണ്ട്, അതോർത്ത് എനിക്ക് ദുഃഖമുണ്ട്. നിനക്ക് ദുഃഖമോ? അത്ഭുതമായിരിക്കുന്നല്ലോ മോനെ. ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഞാൻ ആരും വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇരിക്കട്ടെ, അതിനെപ്പറ്റി നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട. ഇനിയും ആ പെണ്ണിനെ ദ്രോഹിക്കരുതെന്ന് പറയാനാ വന്നത്. ആരുടെ കാര്യം അച്ഛൻ ഈ പറയുന്നത്? കൗസല്യയുടെ. ആരെയും ദ്രോഹിക്കണമെന്ന് എനിക്കില്ല. അതിരിക്കട്ടെ, അച്ഛന് കൗസല്യ എങ്ങനെ അറിയാം? ഞാനും ഈ നാട്ടിൽ തന്നെയല്ലേടാ കഴിയുന്നത്. ഞാനിവിടെ വന്നത് മുതൽ അച്ഛനെ അന്വേഷിക്കുകയായിരുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് അച്ഛൻ എന്റെ കൂടെ കഴിഞ്ഞൂടെ? വേണ്ട, ഇത്രയും കാലം ഇങ്ങനെയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എത്ര കാലം ഉണ്ടെന്നാ? ഞാൻ എന്റെ പാട്ടിന് കഴിഞ്ഞോളാം. ആ, നീ നന്നായിരുന്നാൽ നിനക്ക് കൊള്ളാം. ഞാൻ വരട്ടെ. ഇത് നോക്കൂ, ബാറ്റ് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ സെർവ് ചെയ്യണം. ആ, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. കമാൺ. അങ്ങനെയല്ല, ഇങ്ങനെ. കമാൺ സർ. വൈഡി എസ്റ്റേറ്റ്, കമാൺ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. രവി ക്ലബിലൊക്കെ വരാറുണ്ടോ? വല്ലപ്പോഴൊക്കെ. പാട്ടുകാർക്കും അല്പ വ്യായാമമൊക്കെ ആവശ്യമാണല്ലോ അല്ലേ? കമാൺ, നമുക്കൊരു ഗെയിം കളിക്കാം. വരൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ലവ് ഓൾ. വരൂ വരൂ വരൂ. എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഇരിക്കൂ. ആ, 1 minute. കാപ്പിയാണോ ചായയാണോ കഴിക്കുന്നത്? ഇപ്പോഴൊന്നും വേണ്ട. ഒരു പ്രയാസമില്ല, 2 നിമിഷം. അയ്യോ വേണ്ട, പ്ലീസ്. ആദ്യമായി എന്റെ വീട്ടിൽ വന്നിട്ട് നോ ഫോർമാലിറ്റീസ്. ഇപ്പോ വേണ്ടാഞ്ഞിട്ടാ. വേണമെങ്കിൽ എനിക്ക് സുബുവിനോട് അങ്ങോട്ട് ചോദിച്ചുകൂടെ? എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് സുബു എന്നാ നിൽക്കുന്നത്? പിന്നെന്താ പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങോട്ട്? എനിക്കൊരല്പം പ്രോബ്ലം ഉണ്ട്. വളരെ അടുത്ത ആളുകളോടല്ലേ ആവുക കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്താ പ്രോബ്ലം? ഒരു ഭാഗത്ത് പഴയ ഭർത്താവ്, മറുഭാഗത്ത് പൂർവ്വ കാമുകൻ, നടുവിൽ ഞാൻ. എന്ത് വേണം? ഭർത്താവ് മനസ്സ് മാറി നല്ലവനായി വന്നിരിക്കുകയാണ്. അയാൾ പശ്ചാത്തപിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. രവിയാണെങ്കിൽ എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ്. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ രവിക്ക് വാക്കുകൊടുത്തു. നാളെ രജിസ്റ്റർ വിവാഹമാണ്. ഐ എം സോ കൺഫ്യൂസ്ഡ്. ഞാൻ എന്ത് ചെയ്യണം? സുബ്ബു പറയണം. ഇക്കാര്യത്തിൽ ഞാനെന്ത് പറയാനാണ് കൗസല്യേ? എന്റെ സ്ഥാനത്ത് സുബ്ബു ആണെങ്കിൽ എന്ത് ചെയ്യും? പറയൂ സുബ്ബു, ഞാൻ എന്ത് ചെയ്യണം?
ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ജീവിതകാലം മുഴുവനും കഴിയേണ്ടുന്ന പ്രശ്നമാണിത്. ഒരിക്കലും ഈ വക കാര്യങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുക. കൗസല്യയുടെ മനസാക്ഷിയോട് ചോദിക്കൂ, എന്നിട്ട് തീരുമാനമെടുക്കൂ എന്ത് ചെയ്യണമെന്ന്. കൗസല്യ കാണുന്നില്ലല്ലോ, അവർക്ക് എന്ത് പറ്റി? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കൗസല്യ വരാതിരിക്കില്ല. മണി 11 11:30 വരെയാണ് മുഹൂർത്തം. ഇനി അരമണിക്കൂർ കൂടെ ഉണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ആ കൗസല്യ ഒന്ന് വിളിക്കൂ. കൗസല്യ ഇന്ന് ലീവിലാണ്, സുഖമില്ലാതെ കിടപ്പിലാണെന്ന് പറഞ്ഞു. അവര് തന്ന ലീവ് ലെറ്റർ ഇങ്ങോട്ട് കൊടുത്തയച്ചിരുന്നല്ലോ. ഇതാ. എന്താണ് കൗസല്യ ഇതിന്റെ അർത്ഥം? എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. എനിക്കും ഒരല്പ അഭിമാനമുണ്ടെന്ന് നീ ഓർക്കണം. എന്താ സുഖമില്ലേ? വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ. 104 ഡിഗ്രി പനിയുണ്ടായിരുന്നു. കൗസല്യക്ക് സുഖമില്ലെന്ന് ഓഫീസ് ലീവ് ലെറ്റർ കണ്ടു. ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാം. ഡോക്ടറെ കാണിച്ചു, ഒരു ഇഞ്ചക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ മരുന്ന് ഡോക്ടർ തന്ന കൗസല്യ ഗുളിക കഴിക്കൂ. രവി, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങട്. ഇനി അല്പനേരം ഉറങ്ങിക്കോളൂ. രവി ഇവിടെ ഇരിക്കുമല്ലോ, ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. ബോംബെയിലേക്ക് ഒരു ട്രങ്കോൾ ചെയ്യണം. 4 മണിക്കൂർ കഴിഞ്ഞ് മരുന്ന് വീണ്ടും കൊടുക്കണം. അപ്പോഴേക്കും ഞാനിങ്ങ് വരാം. വിവരമറിയാതെ ഞാൻ അല്പം ശകാരിച്ചു പോയി, എന്നോട് ക്ഷമിക്കൂ. കിട്ടുമോൻ എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു. കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് മോളെ, കുറച്ച് കൊണ്ടുവരട്ടെ. അല്പം കഴിയട്ടെ അമ്മാവ. ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനമുണ്ട്. ഉറങ്ങാണ്. ഉറങ്ങിക്കോളൂ.
മരുന്ന് കൊടുത്തോ? കൊടുത്തു. രവി വേണമെങ്കിൽ പൊയ്ക്കോളൂ, കാലത്ത് വന്നാൽ മതി, ഞാൻ ഇരിക്കാം. മച്ച് ബെറ്റർ. ഞാൻ എഴുതി തന്ന ക്യാപ്സ്യൂൾസ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അത് തന്നെ ഇന്നുകൂടി കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞ് ഞാനൊരു മരുന്ന് എഴുതി തരാം. മിസ്സസ് എന്താ പേര്? കൗസല്യ. ഇവരുടെ ഭർത്താവ്? ഇദ്ദേഹമാണ്. ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. സാരമില്ല, ഷീ വിൽ ബി ഓൾ റൈറ്റ് വിത്തിൻ 2 days.